രാവിലെ തന്നെ അച്ചിക്കുട്ടൻ എഴുന്നേറ്റ് ഞങ്ങളുടെ കൂടെ വന്ന് കിടക്കുകയാണ് ഗൈസ്. അവൻ ഫോണിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക. അവനെ തന്നെ ക്യാമറയിൽ കാണുന്നതുകൊണ്ട് അവൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്തൊക്കെയോ വർത്താനം പറയുക. ഈ കുഞ്ഞി പിള്ളേരൊക്കെ രാവിലെ നേരത്തെ എഴുന്നേക്കും. അബി രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ മൂന്നുപേരും ഇങ്ങനെ കിടക്കുകയാണ്. കുഞ്ഞു നല്ല ഉറക്കവും. അങ്ങനെ പിന്നെ രാവിലെ ഞാനും ചിഞ്ചുവും അമ്മുക്കുട്ടിയും അച്ചുക്കുട്ടനും കൂടി അച്ചുക്കുട്ടൻ്റെ ഡ്രസ്സ് വാങ്ങാനായിട്ട് നമ്മുടെ താമരശ്ശേരിയിൽ പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, സ്റ്റുഡിയോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. പക്ഷേ കളക്ഷൻസ് ഒക്കെ തീർന്നായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ചിഞ്ചുവിന് സെക്കൻഡ് അല്ല തേർഡ് സ്റ്റഡ് കുത്തണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിന് പോയി. ആൾ പാവട്ടോ, നല്ല വേദന ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട്ടിലേക്ക് പോയി, കോഴിക്കോട്. അവിടുത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തു, എന്തായാലും ഞങ്ങൾ കോഴിക്കോട് വരെ പോയി. അപ്പോൾ ഒന്ന് ബീച്ചിലും കൂടി പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ നോമ്പ് തുറയുടെ ടൈം ആയതുകൊണ്ട് റോഡിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. വണ്ടി പോകാനും കുറച്ച് പാടായിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ ഉത്സവം പ്രമാണിച്ചിട്ട് അവിടെ എന്താ പറയുക, താലപ്പൊലിയൊക്കെ റോഡിൽ കൂടി പോകുന്നുണ്ടായിരുന്നു. ഇനി വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നതായിരുന്നു അടുത്ത ടാസ്ക്. അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയതിന് ശേഷമാണ് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടിയത്. അതുകൊണ്ട് മൂന്നാമത്തെ പ്രാവശ്യം വരെ കൂടെ വന്നു. എക്സാം കഴിഞ്ഞതുകൊണ്ട് നല്ല കാറ്റ്. കുഞ്ഞുഷേ അച്ചു 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 അച്ചുകുട്ടോ, അച്ചുക്കുട്ടിന് ചെറിയ ജലദോഷത്തിൻ്റെ ഇതുണ്ടായിരുന്നു, ചെറിയ ചുമയൊക്കെ. അപ്പോൾ തണുത്ത കാറ്റടിച്ചപ്പോൾ അവനെന്തോ ഒരു അസ്വസ്ഥത തോന്നുന്ന പോലെ തോന്നി. പിന്നെ ഞങ്ങൾ കടൽ തീരത്തിന് അടുത്തേക്ക് പോയി. അവിടെയാണെങ്കിൽ ഉപ്പിലിട്ട സാധനങ്ങൾ വെക്കുന്നതും പിന്നെ ഐസിട്ട കുറേ സാധനങ്ങൾ വെക്കുന്നതൊക്കെ ഷോപ്പുകൾ ഇഷ്ടം പോലെ ഇങ്ങനെ തട്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് സ്വീറ്റായിട്ടുള്ള ഈ ഐസ് ചിരണ്ടി എന്നാണ് പറയുക, ആ സാധനം ഗ്ലാസ്സിൽ വാങ്ങിയിട്ട് അത് കഴിച്ചു. പിന്നെ കുഞ്ഞൂസിന് ഒരു ക്യാരറ്റ് വാങ്ങിക്കൊടുത്തു. പിന്നെ എല്ലാവരും പൈനാപ്പിള് അങ്ങനെ അതൊക്കെ കഴിക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ കുഞ്ഞൂസിന് ഒരു പി വാങ്ങിക്കൊടുത്തു. പി നടക്കുന്നുണ്ടായിരുന്നു. കഴിച്ചില്ലേ? പല്ല് പൊളിക്കുന്നില്ല. കുഞ്ഞൂസ് എങ്ങനെയുണ്ട്? നനയ്ക്കരുത് കേട്ടോ. കുഞ്ഞൂസ് രാത്രി കാലങ്ങളിൽ കടൽ തീരത്ത് കാണാൻ എന്ത് രസം. ഒരുപാട് കടകളിലുള്ള ഒരുപാട് ലൈറ്റ്സും കാണാൻ, ഒരുപാട് തിരക്കും. അത് നോമ്പ് തുറയുടെ ടൈം ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ നോമ്പ് തുറക്കാനായിട്ട് കടൽ തീരത്തൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുമക്കൾക്ക് കുറേ എന്തൊക്കെ കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്, അതൊക്കെ വാങ്ങാൻ വേണ്ടി നിന്നു. അതൊക്കെ വാങ്ങി. ഓരോരുത്തർക്കും ഓരോ സാധനങ്ങളാണ് വേണ്ടത്. അപ്പിക്ക് വലിയ കുട്ടിയായതുകൊണ്ട് അവർക്ക് പറ്റിയ സാധനങ്ങളൊന്നും ഇല്ല അവിടെ. എന്നാൽ എന്തൊക്കെയോ അഭിമാവ് നോക്കുന്നുണ്ടായിരുന്നു.
ഞങ്ങളുടെ കുഞ്ഞു പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങി. ഓക്കെ ബൈ ഗൈസ്, പുതിയൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം.